ഓണം ഭക്ഷ്യക്കിറ്റ് വിതരണം ആർക്കൊക്കെ ലഭിക്കും? എന്തൊക്കെയാണ് കിറ്റിൽ? എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓണം അടുത്തെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൗജന്യ ഓണം ഭക്ഷ്യക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ ഓണം ഭക്ഷ്യക്കിറ്റ് പ്രധാനമായും അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ലഭിക്കുക. ആകെ 6,93,005 ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഓരോ കിറ്റിലും 16 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കിറ്റിൻ്റെ ഏകദേശ മൂല്യം 854 രൂപ വരും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ കിറ്റ് ആർക്കൊക്കെ ലഭിക്കുക എന്നതാണ്. മഞ്ഞ റേഷൻ കാർഡ്, അതായത് AAY റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്കാണ് പ്രധാനമായും ഈ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത്. കൂടാതെ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കിറ്റ് ലഭിക്കും. കിറ്റ് വാങ്ങാൻ അർഹരായവർക്ക് അവരുടെ റേഷൻ കടയിൽ നിന്നാണ് വിതരണം ലഭിക്കുക. അതുകൊണ്ട് അർഹരായവർ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും വിതരണ തീയതിയും സമയവും സംബന്ധിച്ച വിവരങ്ങൾ റേഷൻ കടയിൽ നിന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇനി കിറ്റിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക? ഈ വർഷത്തെ കിറ്റിൽ അരി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ, നെയ്യ്, ചായ, പായസത്തിനുള്ള സാധനങ്ങൾ, വിവിധ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഓണം ആഘോഷത്തിന് ഉപകാരപ്രദമായ നിരവധി ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 16 ഇനങ്ങളാണ് കിറ്റിലുള്ളത്. അതായത് സാധാരണ ഒരു മാസത്തെ റേഷൻ വിതരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ആവശ്യമായി വരുന്ന പല സാധനങ്ങളും ഉൾപ്പെടുത്തിയ പ്രത്യേക പാക്കേജാണിത്. ഓഗസ്റ്റ് 10 മുതൽ വിതരണം ആരംഭിച്ച് ഓഗസ്റ്റ് 25-നകം വിതരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ സൗജന്യ കിറ്റ് അല്ലെങ്കിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കില്ല. പ്രധാനമായും AAY അഥവാ മഞ്ഞ റേഷൻ കാർഡ് ആ വിഭാഗത്തിലുള്ളവർക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക. അതുകൊണ്ട് പിങ്ക്, നീല, വെള്ള കാർഡ് ഉടമകൾക്ക് ഇതേ രീതിയിൽ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുമെന്ന് കരുതി റേഷൻ കടകളിലേക്ക് പോകേണ്ടതില്ല. എന്നാൽ മറ്റ് വിഭാഗങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കായി ഓണം കാലയളവിൽ പ്രത്യേക റേഷൻ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നീല കാർഡ്, അതായത് നോൺ പ്രയോറിറ്റി വിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ അരിയും ഗോതമ്പും ലഭിക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണം ഭക്ഷ്യക്കിറ്റ് വിതരണം ഒരു സൗജന്യ കിറ്റ് വിതരണം മാത്രമായി കാണേണ്ടതില്ല. വിവിധ റേഷൻ കാർഡ് വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷ്യവിതരണ സംവിധാനങ്ങളാണ് ഓണം മുന്നിൽ കണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയതെന്ന് ആദ്യം പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം കിറ്റ് ലഭിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം റേഷൻ കാർഡിൻ്റെ വിഭാഗമാണ്. AAY, PHH, നോൺ പ്രയോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങൾ തമ്മിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം വിശ്വസിച്ച് കിറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാതെ ഔദ്യോഗിക റേഷൻ വകുപ്പ് വിവരങ്ങൾ പരിശോധിക്കുന്നത് സുരക്ഷിതമാണ്. ഓണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ അധിക ചെലവ് വലിയ ബാധ്യതയാകാറുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് ഓണം ഭക്ഷ്യക്കിറ്റ് ഒരു അധിക സഹായമായി മാറുകയാണ്. ആകെ 6 ലക്ഷത്തിലധികം കിറ്റുകൾ, ഓരോ കിറ്റിലും 16 ഇനങ്ങൾ, ഏകദേശം 854 രൂപയുടെ സാധനങ്ങൾ. ഓഗസ്റ്റ് 10 മുതൽ വിതരണം ആരംഭിച്ച് ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അതിനാൽ AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇതാണ്. ഓഗസ്റ്റ് 10 മുതൽ നിങ്ങളുടെ റേഷൻ കടയിൽ ഓണം ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുക. റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന വിതരണ തീയതിയും നിർദ്ദേശങ്ങളും പാലിച്ച് കിറ്റ് കൈപ്പറ്റുക. ഓണം അടുത്തെത്തുമ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഷൻ കാർഡ് ഉടമകൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.